ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും വിശുദ്ധ അന്ന അമ്മയുടെയും വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളിൻ്റെ സംയുക്തമായി നടത്തപ്പെടുന്ന ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈ ഇടവക്കാരായ എല്ലാവർക്കും, അതോടൊപ്പം ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇവരുടെ 3 പേരുടെയും മാധ്യസ്ഥത ദൈവാനുഗ്രഹം തരട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഈ തിരുനാളിൻ്റെ നടത്തിപ്പിലൂടെയും പങ്കെടുക്കലിലൂടെയും എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ അന്ന അമ്മ ഈശോയുടെ വല്യമ്മയാണ്, ഈശോയുടെ അമ്മയായ മാതാവിൻ്റെ അമ്മയാണ്. വളരെ കാലം ആ സ്ത്രീ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ് പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ അന്ന അമ്മയുടെ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അടയാളമാണ്. കാരണം കാലങ്ങളോളം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടാതെ വന്നപ്പോൾ തോന്നാൻ സാധ്യതയുണ്ടായിരുന്ന നിരാശയിൽ നിന്ന് അന്ന അമ്മ അതിജീവിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ മകളായി നേടിയെടുക്കുകയാണ്. ദൈവത്തോടുള്ള വിശ്വസ്തത കാലം കഴിഞ്ഞാൽ മുറുകെ പിടിച്ച വിശുദ്ധയാണ് അന്ന അമ്മ. രണ്ടാമത്തെയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ, പടയാളികളുടെ മധ്യസ്ഥനാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കാശ്മീരിൽ തർക്കങ്ങൾ നടക്കുന്നു, യുദ്ധത്തിന്റെ തുടക്കത്തിലേക്ക് പോകുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ സെബസ്ത്യാനോസ് പുണ്യാളനെ വിളിച്ചിട്ടാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ടും അതോടൊപ്പം യുദ്ധം ചെയ്യുന്ന നമ്മുടെ പട്ടാളക്കാർക്ക് സംരക്ഷണം കിട്ടുവാനും അവർ വിജയം വരിക്കുവാനും ഈ സെബസ്ത്യാനോസ് പുണ്യാളന്റെ തിരുനാൾ നമുക്ക് പ്രത്യേകം ഓർക്കുകയും നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെയുള്ള തോമസ് ലീഹായാണ്. തോമസ് ലീഹ നമ്മുടെ അപ്പസ്തോലനാണ്. നമുക്ക് വിശ്വാസം പകർന്നു തന്ന വ്യക്തിയാണ് തോമസ് ലീഹ. പലപ്പോഴും ചിലപ്പോഴൊരു ചോദ്യം വിശേഷിക്കാം, ജ്ഞാനായക്കാർക്ക് എങ്ങനെയാണ് തോമസ് ലീഹായുമായിട്ട് ബന്ധമുള്ളത്? ജ്ഞാനായക്കാർ വന്നത് പേർഷ്യയിൽ നിന്നാണ്. തോമസ് ലീഹ ആ സമയത്ത് ഓൾറെഡി ഇന്ത്യയിൽ ക്രിസ്തു മതം സ്ഥാപിച്ചിരുന്നു. AD 52 തോമസ് ലീഹ എത്തിയതാണ്. ജ്ഞാനായക്കാർ കേരള മണ്ണിൽ എത്തുന്നത് AD 345. പിന്നെ എങ്ങനെയാണ് നമുക്ക് തോമസ് ലീഹ പിതാവായി മാറുന്നത്? നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾ പലർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോമസ് ലീഹ സുവിശേഷം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് പന്തക്കുസ്താ തിരുനാളിന് ശേഷം സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിച്ചു. തോമസ് ലീഹ ഇറങ്ങിത്തിരിച്ചിട്ട് ആദ്യമെത്തിയ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ കടൽ തീരഭാഗങ്ങൾ. തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വരുന്നത് വഴി പല തീരങ്ങളിലും ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയ തീരങ്ങളിൽ നിന്ന് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ശിഷ്യരായ 2 വ്യക്തിയാണ് അദ്ദായി മാറി. നമ്മൾ ചൊല്ലുന്ന കുർബാനയിൽ അദ്ദായി മാറി കുർബാനയാണ് സാധാരണ കൂടുതൽ ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുന്നത്. ആ ദിവസങ്ങളിൽ ചെല്ലുന്ന ഈ അദ്ദായി മാറി കുർബാന 2 വ്യക്തികളാണ്. അദ്ദായി മാറി തോമസ് ലീഹയുടെ ശിഷ്യന്മാരാണ്. അവരാണ് തോമസ് ലീഹായിൽ നിന്ന് സുവിശേഷം സ്വീകരിച്ച് അവരുൾപ്പെടുന്ന നാടുകളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിച്ചത്. അങ്ങനെയാണ് അവർ ഇറാഖിലെത്തിയത്, ബാഗ്ദാദിലെത്തി. നമ്മൾ ഉൾപ്പെടുന്ന കിനായി എന്ന സ്ഥലത്ത് സുവിശേഷം അറിയിച്ചത് ഈ 2 അപ്പസ്തോലന്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് നമുക്ക് ജ്ഞാനായക്കാരായ നമുക്ക് AD 52 തോമസ് ലീഹ കേരളത്തിൽ എത്തുന്നതിന് മുമ്പേ പേർഷ്യ രാജ്യത്ത് സുവിശേഷം അറിയിക്കപ്പെട്ടത് ഈ തോമസ് ലീഹായുടെ സുവിശേഷം കേട്ട അദ്ദായി മാറി വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ പിതാവും നമ്മുടെ പാരമ്പര്യവും ഈ തോമസ് ലീഹയുടെ പാരമ്പര്യമാണ്. തോമസ് ലീഹയുടെ തിരുനാൾ നമ്മുടെ പള്ളികളിൽ ആചരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നമുക്ക് വിശ്വാസം പകർന്നു തന്നത്. യഹൂദ ക്രിസ്ത്യാനികളായ നമ്മളെങ്ങനെ, യഹൂദരായിരുന്നു നമ്മളെങ്ങനെ ക്രിസ്ത്യാനികളായി എന്ന് ചോദിച്ചാൽ തോമസ് ലീഹയുടെ സുവിശേഷത്തിന്റെ ബാക്കിയാണ് നമ്മൾ. ആ സുവിശേഷത്തിന്റെ ബാക്കിയായി 345 ഈ കേരളക്കരയിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇവിടെയും തോമസ് ലീഹ സ്ഥാപിച്ച സഭയാണ്. ആ സഭയുമായി നമ്മൾ ഇന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നു. നമ്മുടെ വിശ്വാസം ഒന്ന് തന്നെയാണ്. നമ്മൾ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ കുർബാന സുറിയാനിയിൽ തുടങ്ങുന്നത് ബുഗ്ദാനുഗോൻ എന്ന് പറഞ്ഞു. ഈ ബുഗ്ദാനുഗോൻ കുർബാന ഇവിടെ നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ കുർബാന കേരളക്കരയിൽ കൊണ്ടുവന്നത് ജ്ഞാനായക്കാരാണ്. നമ്മൾ ഈ മണ്ണിൽ വന്നത് വിശ്വാസം പകർന്നു കൊടുക്കാനാണ്. നമ്മുടെ കയ്യിലുള്ള വിശ്വാസങ്ങൾ ഇവിടെയുള്ള ആളുകളെ പഠിപ്പിച്ച് പങ്കുവച്ചു. അങ്ങനെ കേരളക്കരയിൽ പള്ളി വെച്ച ജ്ഞാനായക്കാർ ഇവിടെയുള്ള ആളുകളെ വിശ്വാസത്തിലേക്ക്, പുതിയ പ്രാർത്ഥനാ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നും ഈ കേരള സഭ ഈ അന്നാപസഭ കുർബാനയിലൂടെ അത് ഉപയോഗിക്കുകയാണ്. നമുക്ക് അഭിമാനിക്കാം. നമ്മൾ വന്ന് നമ്മുടെ കാരണവന്മാരിലൂടെ ആ വിശ്വാസം കൊണ്ടു നടക്കുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ മക്കളിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്നു. ഇന്നത്തെ ഈ തിരുനാളും ആ വിശ്വാസത്തിന്റെ ഒരു പകർച്ചയാണ്. തോമസ് ലീഹായെ കുറിച്ച് പറയുന്നത്
തോമസ് ലീഗ സംശയാലുമായിരുന്നു എന്നാണ്